In each picture below, the center angle of an arc of a circle is shown. ഏതോ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുന്നുണ്ട്. In each, calculate the angles which the arc makes at the other 2 points. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് 100 ആണെങ്കിൽ ഇത് എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഇത് 100 ആകുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് സി, ദിസ് ഈസ് ഹാഫ് സി, ഈ ആംഗിൾ ഹാഫ് സി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 100 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഇനി ഇത് ഏതിൻ്റെ പകുതിയായിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഇഫ് ഇറ്റ് ഈസ് സി, ഇറ്റ് ഈസ് ഹാഫ് സി. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? 100 ഇവിടെ, 320 ടോട്ടൽ 360 ആണ്. അപ്പോൾ ഇവിടെ 260, 260 വരും. 260 വരുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 130 വരും. മറ്റൊന്നൊരു ആലോചിക്കുക, ഈ 2 ആംഗിളിൻ്റെ സമ്മ് 360. സെൻട്രൽ ആംഗിളിൻ്റെ സമ്മ് എത്രയാണ്? 360 ആണ്. അപ്പോൾ ഈ ആംഗിളും ആഡ് ചെയ്താൽ ഇതിൻ്റെ ഹാഫാണിത്, ഇതിൻ്റെ ഹാഫാണിത്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 360 വരണമെങ്കിൽ ഈ 2 ആംഗിളും ആഡ് ചെയ്താൽ എന്ത് വരും? 180 വരും. അപ്പോൾ ചെക്ക് ചെയ്യുക. 260, 100ഉം 360, 50, 130, 180. ഇവിടെ നോക്കാം. ഇവിടെ 240 വരണം. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഹാഫ് ഇവിടേക്കാണ് വരിക. ഈ ആംഗിളിൻ്റെ ഹാഫ്, അതായത് ഇതാണ് ചെറിയ ആർക്ക്. ഈ വലിയ ആർക്കിൻ്റെ, ഈ കാണുന്ന വലിയ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണിത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കുന്ന ഈ ആംഗിളിലേക്ക് വരും. അപ്പോൾ ഇത് 240 ആകുമ്പോൾ ഇത് 120 ആകും. ഇത് 120 ആകുമ്പോൾ നേരെ വടക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്താൽ 60 ചെയ്താൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതും കൂട്ടിയ 180 കിട്ടണം. ഇനി വേണമെങ്കിൽ ഇത് മാർക്ക് ചെയ്യാം. 240 ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? 120 ആയിരിക്കും. അപ്പോൾ ഇതും ആഡ് ചെയ്യുമ്പോൾ 360. ഇതിൻ്റെ ഈ ആംഗിളിൻ്റെ ഹാഫാണ് ഇവിടേക്ക് വരിക. ഈ ആംഗിളിൻ്റെ ഹാഫ് എത്ര? 60 ആണ്. അപ്പോൾ 2 കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഈ ആർക്ക് സെൻട്രൽ ആംഗിൾ 240 ആണ്. അതിൻ്റെ ഹാഫാണ് ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളിൻ്റെ മെഷർ വരിക. ഈ ആംഗിൾ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 120 ആണ്. ഇതിൻ്റെ ഹാഫാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ വരിക. അതായത് സെൻട്രൽ ഉണ്ടാകുന്ന രണ്ടും ആഡ് ചെയ്താൽ 360 ആയിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഒരു കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ 2 ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ആയിരിക്കും. മനസ്സിലാക്കിയാൽ മതി.